വിളഞ്ഞു കിടക്കുന്ന കൊയ്ത്തിന് പാകമായി കിടക്കുന്ന നെൽപ്പാടമാണ്. എനിക്ക് തോന്നുന്നത് ചെറിയ അരിയാണ് കേട്ടോ, ചെറിയ നെല്ലാണ്. അപ്പോൾ ഇത് ഒരാളുടെ ഭൂമി ആയിരിക്കണം, കാരണം ഒരേ നിരപ്പിലാണ്, ഒരേ കൃഷി. അതെ ഒരാളുടെ തന്നെയാണ്, ഒറ്റ വേലിക്കെട്ടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ മനോഹരമായി നെൽപ്പാടം കണ്ടുകൊണ്ട് ഞാൻ ചെട്ടിനാട്ടെ പ്രധാന ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിന് പണി നടക്കുന്നുണ്ട്, അതിന് ശേഷമുള്ള സ്ഥലമാണ് പുതിയ ക്ഷേത്രമെന്നാണ്, പഴയ ക്ഷേത്രമെന്നാണ് പറഞ്ഞത്. പെരിയ കോവിൽ, അപ്പോഴത്തേ നമ്മൾ പെരിയ കോവിലിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ തന്നെ കാളയാണ്, ഇവിടുത്തെ ജല്ലിക്കെട്ട് കാളയാണ്. ഇവിടുത്തെ ഒരു അഴകായിട്ട് മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതിനാണ് 2 സൈഡിലോട്ട്. ഇതാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം എന്ന് പറഞ്ഞു. ഇതാണ് പഴയ പെരിയ കോവിൽ. അപ്പോൾ അതിൻ്റെ ചുറ്റിനും നമുക്ക് നടക്കാവുന്ന രീതിയിലാണ് കേട്ടോ വഴിയുടെ സെറ്റപ്പ്. നമുക്ക് ചുറ്റി ക്ഷേത്രത്തെ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് പെരിയ കോവിൽ എന്ന് തോന്നുന്നു. അപ്പോൾ 2 കമാനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കെട്ടുണ്ട്. അതിനുള്ളിലൂടെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നും പ്രവേശിക്കുന്ന ഒരു വാതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് വലത്തുവശത്തായിട്ടാണ് ക്ഷേത്രക്കുളം. നമ്മളിവിടെ നോക്കും, വലത്തുവശത്താണ് ക്ഷേത്രക്കുളം. ഉണ്ടോ, കൃത്യം 1 മണിയായി. ஞானமாக இந்நூலில் அடிமுதல் உச்சி வரை சொல்லப்பட்டுள்ளது. മുക്തിയടയ. നമ്മളിപ്പോൾ ഉള്ളത് ചെട്ടിനാട്ടെ പെരിയ കോവിലിലാണ്. ഇതാണ് പെരിയ കോവിലിൻ്റെ ഒരു മുഖവാരം. അതുപോലെ തന്നെ ഇതാണ് പ്രധാന കവാടം. എനിക്ക് തോന്നുന്നു ഇതിലെ ആയിരുന്നായിരിക്കും രഥമൊക്കെ അകത്തോട്ട് കൊണ്ടുപോകുന്നത്. കാരണം രഥത്തിൻ്റെ ഇത് മറ്റൊരു കവാടമാണ്, ഗണപതിയുടെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു വലിയ മണി കാണാം. ഒരു വലിയ മണി അതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റുമതിലാണ്, ചുറ്റുമതിലിൻ്റെ കവാടങ്ങളാണ് ഈ 2 കവാടങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രഥം ഇടുന്ന ഒരു കെട്ടിടം ഇതിന് സമീപം കാണാൻ പറ്റും. ഇവിടെയെല്ലാം രഥഘോഷയാത്രകളാണ് നമ്മൾ ഈ ഭാഗത്തെല്ലാം കാണുന്നത്. രഥമെടുത്ത കെട്ടിടം അതാണ്. അതുപോലെ തന്നെയാണ് തൊട്ട് സമീപം മനോഹരമായൊരു ഇത് അമ്പലക്കുളമുള്ളത്. അതിലേക്ക് പടിയിറങ്ങുന്നത് ആ സൈഡിൽ നിന്നാണ്, അങ്ങേ സൈഡിൽ നിന്നാണ് അതിന് പടി ഇറങ്ങി വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റി ഇത് രഥഘോഷയാത്ര നടത്താനും മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ, ഘോഷയാത്രയൊക്കെ നടത്താൻ വേണ്ടി എല്ലായിടത്തും ചുറ്റിനും വഴിയുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയല്ല. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി ക്ഷേത്രത്തിന് വലം വെച്ച് വെളിയിലൂടെ കറങ്ങാനുള്ളൊരു ഇതുണ്ട്, വഴി സംവിധാനം എല്ലാ ക്ഷേത്രത്തിനും ചുറ്റിനുമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 3ാമത്തെ ക്ഷേത്രത്തിലാണ് വരുന്നത്. 2 ക്ഷേത്രങ്ങളുടെ വീഡിയോ നമ്മൾ എടുത്തിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ചുറ്റിക്കറങ്ങി ഇത് കാണാൻ പറ്റും.
അപ്പോൾ ശരി, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നല്ല വെയിലാണ്. 1 മണിയായി. നിങ്ങൾ കേട്ട് കാണും. ഇവിടെ 1 മണിക്ക് ഇത് ജപം ഒക്കെ നടത്തി, നാമജപം നടത്തുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കുളത്തിനോടനുബന്ധിച്ചുള്ള ഭാഗമാണിത്. വിശാലമായ കുളം, 3 സൈഡിൽ നിന്നും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കുളം. ഇതുണ്ടോ, ക്ഷേത്രത്തിൻ്റെ കെട്ടിനോട് ചേർന്ന് തന്നെയാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം ഒഴുകി പോകാനുള്ള പാത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരി, ക്ഷേത്ര കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ക്ഷേത്രം കാണുന്നുണ്ട്. അതെ, ശ്രീരാമക്ഷേത്രമാണിത്. ശ്രീരാമൻ്റെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. ആരോ ഷൂ തന്നെ വിളിച്ചു. ഞാൻ ഷീന്ന് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ സൈക്കിളൊക്കെ നന്നാക്കിയതിന് ശേഷം ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്, സൈക്കിൾ ഷോപ്പിൻ്റെ സമീപത്ത് തന്നെ. അപ്പോൾ കാരക്കുടിയിലെ S9 സൈക്കിൾ ഷോപ്പുകാർ നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ പണികളെല്ലാം തീർത്ത് തന്നു. നമ്മുടെ ചെയിനസ് പോക്കറ്റെല്ലാം മാറി, അതുപോലെ തന്നെ ഹാൻഡിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ചെയ്ത് ഇച്ചിരി കൂടി വൈഡ് ഹാൻഡിൽ വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തന്നു. സോണുവിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു എക്സ്ട്രാ ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ യാത്ര ചെയ്യുമ്പോൾ സൈക്ലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സേഫായിട്ട് നമുക്ക് രാത്രിയും പകലും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ തമിഴ്നാട്ടിൽ കാരക്കുടിയിലെ S9 സൈക്കിൾ ഷോപ്പ് ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. രാവിലെ യാത്ര തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ ഒന്ന് ഇറക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോകുന്നത് നേരെ തഞ്ചാവൂർ റൂട്ടിലോട്ടാണ്. തഞ്ചാവൂരിലെ പ്രശസ്തമായ ക്ഷേത്രം കാണാനും അതിൻ്റെ മുഖപ്പ്, വളരെ ഭാരമുള്ള മുഖപ്പ് കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. കോതമംഗലത്തിന് ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. വലത്തോട്ട് പോയാൽ 5 കിലോമീറ്റർ പോയാൽ കോതമംഗലമാണ്. അപ്പോൾ കോതമംഗലം ആണല്ലോ അല്ലേ? കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കേരളത്തിലെത്തിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ എറണാകുളത്തും ഇടുക്കിയിലും ഒന്നുമല്ല. ഞാൻ തഞ്ചാവൂർക്കുള്ള റോഡിലാണ്. ഇവിടെയും ഒരു കോതമംഗലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലപ്പേരുകളും നമ്മൾ ഇവിടെ എല്ലായിടത്തും കണ്ടു. ഇവിടുന്ന് വലത്തോട്ട് 5 കിലോമീറ്റർ പോയാൽ കോതമംഗലം എത്താം. അപ്പോൾ നമ്മൾ നേരെ തഞ്ചാവൂർ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 140 കിലോമീറ്റർ ഉണ്ട് തഞ്ചാവൂർക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. 2 സൈഡും കരിമ്പനകൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൃഷിഭൂമികളാണ്. പക്ഷേ അത് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ കോതമംഗലത്തുനിന്ന് നമ്മൾ നേരെ യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ തിരുമയം ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ചെട്ടിനാട് നിന്നും കോതമംഗലം കഴിഞ്ഞ് ഒരു 20 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഈ കോട്ട നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ധാരാളം പടിക്കെട്ടുകൾ കടന്നു വേണം നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് എത്താൻ. തികച്ചും കരിങ്കല്ലിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണിത്. ബ്രിട്ടീഷ് പീരങ്കിയൊക്കെ കാണാം. ഇത് നമ്മളെല്ലാ കോട്ടകളിലും കാണുന്നതാണ്. മൈസൂറൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലെ കരിമരുന്ന് ഇട്ട് കൊടുക്കുക, അതൊക്കെ അടച്ചു വച്ചിരിക്കുക. ഇതിലെ തീ കത്തിക്കാനുള്ളതാണ്. ഇവിടുന്ന് ഇടിച്ച് കയറ്റിയിട്ടാണ് ഇതിനെ ചെരിച്ചിടുന്നത്, എന്നിട്ടാണ് പൊട്ടിക്കുന്നത്. ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. സമ്മതിക്കണം അല്ലേ? ഇതാകുമ്പോൾ തോളിലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോഴത്തെ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. മനോഹരമായ ഒരു പീരങ്കി. അപ്പോൾ നമ്മൾ കോട്ടയിലേക്ക് പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാറയുടെ
മുകളിലാണ് ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കോട്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. നമ്മൾ ഇപ്പോൾ കൊപ്പൽ ഫോർട്ടും ചിത്രദുർഗ ഫോർട്ടും ഒക്കെ കണ്ട പോലെ തന്നെ പാറയുടെ മുകളിൽ, ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഒരു പാറയാണ്, അതിൻ്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ പാറ നിൽക്കുന്നുണ്ടോ? ഒരൊറ്റ പോയിന്റിലാണ് ഈ പാറ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമാണ് ഈ പ്രദേശം മുഴുവൻ കാണുവാൻ. നോക്കിക്കേ, ഇവിടെ എവിടെ നിന്നാലും ഈ പ്രദേശത്ത് ഒരാളനങ്ങിയാൽ അറിയാൻ പറ്റും. അപ്പോൾ തന്ത്രപ്രധാനമായൊരു സ്ഥലം തന്നെയായിരുന്നു പണ്ടുകാലത്ത് ഈ കോട്ട. വലിയ കല്ലിൻ്റെ അടിയിൽ ഇരുന്നാൽ നല്ല കാറ്റ് കിട്ടും. കാരണം ആ കല്ലിലോട്ട് വന്ന് കാറ്റടിച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക സുഖമാണ് കിട്ടുന്നത്. ഇതുണ്ടോ, പാറയൊക്കെ പൊട്ടി നിൽക്കുക. ധൈര്യം സംഭരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് കയറുന്നത്. ഓ, തൂക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഓരോ ഇത് കൊത്തി വെച്ചിരിക്കുന്നു. ഇതുണ്ടോ, എന്തോ കണക്കുകളാണോ എന്നൊരു സംശയം. അതോ ഇനി ചതുരംഗം കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരുന്നതാണോ? ഇവിടെ ഒരു ക്ഷേത്രം പോലെ കൊത്തി വെച്ചിരിക്കുന്നു. ഇവിടെയുണ്ട്, വേലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാമോ കണക്കും പ്രകാരമുള്ള സംഭവങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നു തോന്നുന്നു. ഏതായാലും ഞാൻ മുകളിലോട്ട് കയറുവാണ്. വളരെ സൂക്ഷിച്ച് വേണം കയറാൻ. ഇതിനു മുമ്പ് വാതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാതിലെല്ലാം പൊളിച്ച് തണ്ടി അകത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റെപ്പ് പിടിപ്പിക്കാൻ നേരത്ത് ചെയ്താന്ന് തോന്നുന്നു. ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ. ഇതുണ്ട്, പാറ തുരന്ന് അതിനുള്ളിലുള്ള ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ പൂജാതി കർമ്മങ്ങൾ കഴിയുമ്പോൾ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, അവിടെ ഒരു പൊത്തുണ്ടാക്കിയിട്ട് അത് പിന്നീട് ഉണ്ടാക്കിയതാണ് എന്നാണ് തോന്നുന്നത്. അവിടുന്ന് വെള്ളം വേണ്ടി ഇതുവഴി ഒഴുകി പോകാനുള്ള പാറയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു ചാലൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതെ, ഈ കമ്പി അടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തൂടെയായിരുന്നു മുൻപ് വെളിയിലോട്ട് ചാടിയിരുന്നെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ വരെ ആളുകൾ കയറി പേരുകൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രമാണ്. അതാണ് ഞാൻ മുൻപെല്ലാം പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ആളുകളുടെ ഒരു ബുദ്ധിയും വിവരമൊക്കെ. നോക്കി, ഇതിൻ്റെ അകത്തൊക്കെ പേരെഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശം പരിപാടിയാണ്. അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ കണ്ടിട്ട് നമ്മൾ പതിയെ താഴോട്ടിറങ്ങുവാണ്. അപ്പോഴത്തെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വെച്ച് ഞാൻ താഴോട്ടിറങ്ങുകയാണ്. വളരെ സൂക്ഷിച്ചാണ് കേട്ടോ. പോയാൽ മൂക്കും കാണിയല്ല, പാലവും കാണിയല്ല, തലയും കാണിയല്ല, കാലും കാണിയല്ല. എൻ്റെ ആ ഇത് തന്നെ ആയിരിക്കും അങ്ങ് ചെല്ലുമ്പം കാണുന്നത്. ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതാണ്. അത് തന്നെ. ഇതിൻ്റെ അകത്ത് പൂജയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവിടെ മാത്രമേ പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇതിലേ കയറിപ്പോവാം. മുമ്പേ ഞാൻ ഇറങ്ങി വന്ന വഴി ഇതിലേ ഇറങ്ങി വരാം. ഇനി ഇതിലെ ഞാൻ വന്ന വഴിയെ തന്നെ ഞാൻ തിരിച്ച് കയറുകയാണ്. കയറിയിട്ട് എവിടെയെങ്കിലും പോയി ഇച്ചിരി നേരം ഇരിക്കണം. കാരണം നന്നായിട്ട് മടുത്തെന്ന് പറഞ്ഞാൽ കുറേ കാലമായി സൈക്കിൾ ഔട്ട് മാത്രമേ ഉള്ളൂ. മലകൾ കയറ്റമില്ല. അതുപോലെ തന്നെ ഇന്ന് 24 കിലോമീറ്റർ ചവിട്ടിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ടാണ് കേട്ടോ. ആ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അവരുടെയൊക്കെ ഒരു എൻജിനീയറിങ് ടെക്നോളജി എന്നതാ അല്ലേ. തഞ്ചാവൂരിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ചിന്തിക്കണ്ടല്ലോ എന്തായിരിക്കുമെന്ന്. ഒരു ഈന്തപ്പന പോലത്തെ പനയാണ്. ഈന്തപ്പനയല്ല. ഇവിടെ ധാരാളം അങ്ങനത്തെ പനകൾ ഞാൻ കണ്ടായിരുന്നു. ഈന്തപ്പന പോലത്തെ ഒരു പന. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് കാലത്ത് പണിതാണ് കേട്ടോ. അതാണ് ചുമല സിമെൻറ്റിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത്. മണ്ണിൻ്റെ കളർ കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ
കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ഹരിതാപമായ ഏരിയയാണ് താഴെ കാണുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് എത്തി. ഇതാണ് കോട്ടയുടെ ടോപ്പ് ഏരിയ. പിന്നെ ഇവിടെ ടവറുണ്ട്, വാച്ച് ടവർ ഏറ്റവും മുകളിലാണ്. അവിടെ ഒരു പീരങ്കി ഇരിക്കുന്നത് കാണാം. ഫുള്ള് പാറയാണ്. എന്ത് കണ്ടോ, വേനൽക്കാലമായപ്പോൾ ചെടിയൊക്കെ വാടാൻ തുടങ്ങി, മരമൊക്കെ. അപ്പം നമ്മൾ നടന്ന് കോട്ടയുടെ മുകളിലെത്തി. കോട്ടയുടെ മുകളിൽ കുളങ്ങൾ കാണേണ്ടതാണ്. മിക്കവാറും എല്ലാ കോട്ടയുടെയും മുകളിൽ ഒരു കുളം കാണും. നമുക്ക് നോക്കാം. ഉണ്ട്, ഇത് കണ്ടോ, ഇത് തന്നെ. പക്ഷേ നമ്മൾ കൊപ്പൽ കോട്ടയിൽ കണ്ട പോലെ ഒരു കോട്ടയിലും ഫെസിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. കൊപ്പൽ കോട്ടയുടെ മുകളിൽ കണ്ട ഏറ്റവും വലിയ കുളം പോലെയൊന്നും എങ്ങും നമ്മൾ കുളം കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ജലസ്രോതസ്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ വെടിമരുന്നൊക്കെ പണ്ട് കാലത്ത് ശേഖരിച്ചിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് എല്ലാ കോട്ടയുടെയും മുകൾ ഭാഗത്ത് നമുക്ക് കാണാം ഒരു ബിൽഡിങ് കാണും. അതിലായിരിക്കും മിക്കവാറും വെടിമരുന്ന് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമാണിതും. അതാണ് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള വാച്ച് ടവർ. അപ്പോഴത്തെ ഇവിടുന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളമുള്ള ഭൂപ്രകൃതി മുഴുവൻ കാണാം. ഈ ഒരൊറ്റ മലയാണ് ഈ പ്രദേശത്തുള്ളത്. പിന്നെ കാണുന്ന അങ്ങ് അകലെയുള്ള മലകളാണ്. എൻ്റെ ഫ്രണ്ടിൽ അങ്ങ് അകലെ മലനിരകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പോവുകയാണ്. ഇതും നമ്മൾ ഈ 45 ഡിഗ്രി നമ്മൾ കാസർഗോഡ് കണ്ട ആ ഒരു കോട്ടയുടെ ഒരു പ്രത്യേകത പോലെ ഇവിടുത്തെ കോട്ടയുടെ പ്രത്യേകത കാണുന്നില്ല. കാരണം ഇത് ഇവിടുത്തെ ആളുകൾ നിർമ്മിച്ചതാണ്. മറ്റത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ്. അതിൻ്റെ വ്യത്യാസമുണ്ട്. അവരൊരു 47 ഡിഗ്രിയിൽ ആൾക്കാർക്ക് നടന്നു പോകാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേ നടന്ന് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. ഇത് പിന്നീട് നിർമ്മിച്ചതാണോ അപ്പോൾ ആ കാലത്ത് ഉള്ളതാണോ എന്നറിയില്ല. മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ധാരാളം കുളങ്ങളും വെള്ളത്തിനുള്ള സാധ്യതകളുമുള്ള ഒരു പ്രദേശമാണിത്. ചെട്ടിനാട് നിന്ന് ഏകദേശം 26 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. നമ്മൾ ഇന്നലെ ചെട്ടിനാടാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇതിൻ്റെ മുകളിലും ഒരു പീരങ്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പീരങ്കിയാണ്. അപ്പോൾ ശരി, നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ഒരു വ്യൂ. ഇവിടുത്തെ ഒരു ചെറിയ സിറ്റിയാണ്. മുത്തൂറ്റ് ഫിനാൻസ് എവിടെ ചെന്നാലും കാണാം കേട്ടോ. തിരുവല്ലക്കാരുടെ പരിപാടി. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്.